ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണുക. മേഘയുടെ സ്വന്തം അച്ഛൻ അവളെയും കാത്ത് ബീച്ചിൽ ഇരിക്കുകയാണ്. മേഘ കാണണം എന്ന് പറഞ്ഞിട്ട് അയാൾ വന്നതാണ്. അപ്പോൾ മേഘയും അവിടേക്ക് വരികയാണ്. വാ മോളെ മേഘ, ഇരിക്കേ എന്ന് പറഞ്ഞ് അവൾ അവിടെ ഇരിക്കുകയാണ്. അവൾ വിഷമിച്ചിട്ടാണുള്ളത്. മേഘ, എന്താ മോളെ, എന്താ ഇങ്ങനെ വല്ലാതിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ അച്ഛാ, വലിയ പ്രശ്നമുണ്ട്. എന്താ പ്രശ്നം? പറയും മോളെ, പറയേ. മഹേന്ദ്രൻ അച്ഛന് വയസ്സായപ്പോൾ ബുദ്ധിയൊക്കെ നശിച്ചെന്നാ തോന്നുന്നത്. തെറ്റായിട്ട് ഓരോ തീരുമാനങ്ങൾ എടുക്കുക. എന്താ മോളെ, എന്താ പറ. മഹേന്ദ്രൻ അച്ഛന് ഇടയ്ക്കിടയ്ക്ക് അസുഖം വരുന്നത് കൊണ്ട് കമ്പനിയുടെ ചെയർമാൻ പോസ്റ്റിൽ നിന്ന് മാറി നിൽക്കാൻ പോവുകയാണെന്ന്. ശരി. അപ്പോൾ പിന്നെ മേഘ പറയാണ്, കമ്പനിയുടെ അടുത്ത ചെയർമാനായിട്ട് സിദ്ധാർത്ഥിനെ കൊണ്ടുവരാൻ പോകുന്നു എന്ന്. എന്താ 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 പറഞ്ഞ് സിദ്ധുവിനെ ചെയർമാനാക്കുന്നെന്നോ? ഇത്ര ധൃതി പിടിക്കേണ്ട കാര്യം എന്താ? അതാ എനിക്കും മനസ്സിലാവാത്തത്. മഹേന്ദ്രൻ അച്ഛൻ്റെ യഥാർത്ഥ മകൾ മരിച്ചുപോയെന്ന് അച്ഛൻ നാടകം കളിച്ച് അദ്ദേഹത്തെ വിശ്വസിപ്പിച്ചില്ലേ? ആ, അങ്ങനെ ഉണ്ടായിട്ടും മഹേന്ദ്രൻ അച്ഛൻ എന്നെ അവകാശിയായിട്ട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ടാ സിദ്ധുവിനെ ചെയർമാനാക്കാൻ പോകുന്നത്. സിദ്ധു ചെയർമാൻ ആയിക്കഴിഞ്ഞാൽ കമ്പനിയിൽ പോകാൻ തന്നെ എന്നെ അനുവദിക്കില്ല. ഓൾറെഡി എന്നെ ഒരു കള്ളിയായിട്ട് മുദ്ര കുത്തിയതാ അവൻ. അതിൻ്റെ കൂടെ അവൻ ചെയർമാൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ നടക്കുന്നതെന്നറിയില്ല. നീ വിഷമിക്കണ്ട മോളെ, അവൻ എത്ര നാൾ ചെയർമാനായിട്ട് ഇരിക്കാനാണ്? അവൻ ഉറപ്പായും ചെയർമാൻ പോസ്റ്റിൽ നിന്ന് താഴെ ഇറങ്ങുക തന്നെ ചെയ്യും. അത് നീ കാണുകയും ചെയ്യും. അച്ഛനെ കൊണ്ട് പറ്റുമോ അച്ഛാ? അച്ഛനുള്ളപ്പോൾ നീ എന്തിനാ മോളെ വിഷമിക്കുന്നേ? ഏത് മഹേന്ദ്രനാണോ സിദ്ധുവിനെ ചെയർമാനാക്കിയത് അതേ മഹേന്ദ്രൻ തന്നെ സിദ്ധുവിനെ താഴേക്കും ഇറക്കും. അതേ മഹേന്ദ്രൻ തന്നെ അവനെ ചെയർമാൻ പോസ്റ്റിൽ നിന്നും നീക്കാൻ എന്താണോ ചെയ്യേണ്ടത് അത് ഞാൻ ചെയ്യും. നീ ധൈര്യമായി ചെല്ലും മോളെ, ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. എന്നെ വേണ്ട എന്ന് വെച്ച ആ സിദ്ധാർത്ഥ് ഒരു കാരണവശാലും കമ്പനിയുടെ ചെയർമാനാകാൻ പാടില്ല. നീ ധൈര്യമായി പോ മോളെ, മറ്റെല്ലാം ഞാൻ നോക്കിക്കോളാം. ശരി അച്ഛാ. പിന്നെ കാണിക്കുന്നത് കമ്പനിയിലാണ്. കമ്പനിയിൽ എല്ലാവരും ഒരു മീറ്റിങ്ങിനായി തയ്യാറെടുത്ത് ഇരിക്കുകയാണ്. അപ്പോഴേക്കും അവിടെ മഹേന്ദ്രൻ സാർ എത്തി. ഗുഡ് മോർണിംഗ് സാർ എന്ന് പറയുകയാണ് എല്ലാവരും. താങ്ക് യു, സിറ്റ് ഡൗൺ. ഞാനൊരു പ്രധാനപ്പെട്ട ഡിസിഷൻ എടുത്തിരിക്കുക. ആ കാര്യം പറയുന്നതിന് വേണ്ടിയാണ് നിങ്ങളെല്ലാവരെയും വിളിച്ചു വരുത്തിയത്. ഇതുവരെ ഞാൻ നോക്കിയിരുന്ന എല്ലാ കമ്പനിയുടെയും ചുമതലകളിൽ നിന്നും ഞാൻ മുഴുവനായും റിലീവാകാൻ പോവുക. ഞാൻ കമ്പനിയിൽ നിന്നും റിലീവാകുന്നത് കൊണ്ട് ആരും വിഷമിക്കണ്ട. എൻ്റെ ചുമതലകളെല്ലാം എൻ്റെ സ്ഥാനത്ത് നിന്ന് നോക്കാൻ പോകുന്നത് സിദ്ധാർത്ഥാണ്. ഞാൻ സിദ്ധാർത്ഥിനെ കമ്പനിയുടെ ചെയർമാനായി പ്രൊമോട്ട് ചെയ്തിരിക്കുന്നു. ഇതൊക്കെ കേട്ട് മേഘ ഒന്ന് വല്ലാതെയായി. ബാക്കിയുള്ളവരൊക്കെ കൈയടിക്കുകയാണ്. അങ്ങനെ ന്യൂ ചെയർമാൻ സിദ്ധാർത്ഥായിരിക്കുകയാണ്. താങ്ക് യു സോ മച്ച് അങ്കിൾ എന്ന് പറഞ്ഞ് അങ്കിളിനെ കെട്ടിപ്പിടിക്കുകയാണ്. എല്ലാവരും വെൽക്കം ചെയ്യുകയാണ്. എല്ലാവരോടും താങ്ക്സ് പറയാണ് സിദ്ധു. ഇതുവരെ എനിക്ക് നിങ്ങൾ നൽകിയ അംഗീകാരം അത് സിദ്ധാർത്ഥിനും കൊടുക്കണമെന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. ഉറപ്പായിട്ടും, തീർച്ചയായും സാർ, ഉറപ്പായിട്ടും. അപ്പോൾ സിദ്ധു പറയാണ്, എല്ലാവരോടും വളരെ നന്ദിയുണ്ട്, താങ്ക് യു. പിന്നെ മഹേന്ദ്രൻ സാർ വിളിക്കുകയാണ്, സിദ്ധാർത്ഥ്, ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ഇന്ന് തന്നെ നീ എല്ലാത്തിൻ്റെയും ചുമതല ഏറ്റെടുക്കണം. ഓക്കെ? ഷുവർ അങ്കിൾ. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഗോഡ് ബ്ലസ് യു. താങ്ക് യു അങ്കിൾ. പിന്നെ അവിടെ കൂടിയിട്ടുള്ള എല്ലാവരും സിദ്ധുവിന് കൈയും കൊടുത്ത് പിരിഞ്ഞു പോവുകയാണ്. മേഘ മാത്രം അവിടെ നിൽക്കുകയാണ്. ലാസ്റ്റ് അവളും കൈ കൊടുത്തിട്ട് പറയാണ്, കൺഗ്രാജുലേഷൻസ് സിദ്ധാർത്ഥ്. താങ്ക് യു മേഘ. അപ്പം തന്നെ അവൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാണ്, നിനക്ക് എന്നെ വേണ്ട, അച്ഛൻ തരുന്ന പദവി നിനക്ക് വേണം അല്ലേ? എത്ര നാളത്തേക്കായി ഈ ചെയർമാൻ പോസ്റ്റ് എന്ന് ഞാൻ കാണിച്ചു തരാം. അവൾ നല്ല ഘനത്തോടു കൂടി നിൽക്കുകയാണ്. അപ്പോൾ സിദ്ധു ഒന്ന് നോക്കി ചിരിക്കുകയാണ്. അതിനുശേഷം അവൾ പുറത്തേക്ക് പോയി. പിന്നെ കാണിക്കുന്നത് മേഘ അവളുടെ മുറിയിൽ കിടന്ന് കരയാണ്. അവിടേക്ക് മുത്തശ്ശി വരികയാണ്, മേഘ എന്ന് വിളിച്ചിട്ട്. മേഘ, എന്ത് പറ്റി മോളെ മേഘ, എന്തിനിങ്ങനെ കരയുന്നേ? എഴുന്നേറ്റ് വാ, ഒരു കുഞ്ഞിൻ്റെ അമ്മയായില്ലേ, ഇപ്പോഴും ചെറിയ കുഞ്ഞിനെ പോലെ കരയാണോ? എഴുന്നേറ്റ് വാ, എന്താ നടന്നതെന്ന് പറയ്. അവൾ പെട്ടെന്ന് എണീറ്റ് പറയാണ്, ഇനി എന്താ നടക്കേണ്ടത്? സിദ്ധുവിനെ അച്ഛൻ ചെയർമാനാക്കി. ഇനി ഞാൻ അവന് റിപ്പോർട്ട് ചെയ്യണമെന്ന്. അവൻ പറയുന്ന ജോലികളൊക്കെ ഞാൻ ചെയ്യണം. ഈ നാണക്കേടൊക്കെ ഞാൻ സഹിക്കണമെന്നാണോ? അച്ഛൻ എന്തിനെങ്കിലുമൊക്കെ ചെയ്യുന്നേ? ഇത് കേൾക്കുമ്പോൾ തന്നെ നാണക്കേടാവുക മുത്തശ്ശി. ഇത്
ഇതങ്ങനെ വിടാൻ പാടില്ല. അങ്ങനെ വിട്ടാൽ നിന്റെ അഭിമാനം അടിയറ വെച്ചതുപോലെയായിരിക്കും. വാ, ഇപ്പം തന്നെ പോയിട്ട് ലക്ഷ്മിയോട് ചോദിക്കാം. വാ, കണ്ണ് തുടച്ചിട്ട് വാ. കണ്ണ് തുടച്ചിട്ട് വാ എന്ന് പറഞ്ഞ് മുത്തശ്ശി വലിച്ചു പായാണ്. ലക്ഷ്മി അപ്പോൾ പൂജാമുറിയിലാണുള്ളത്. പൂജകൾ ഓരോന്ന് ചെയ്യാണ്. പൂജാമുറിയിൽ തന്നെയാണ് മേഘയും മുത്തശ്ശിയും എത്തിയത്. എന്നിട്ട് മുത്തശ്ശി വിളിക്കാണ്. ലക്ഷ്മി. മുത്തശ്ശി ചോദിക്കുക, ആർക്ക് വേണ്ടിയാ ലക്ഷ്മി ഭഗവാനോട് പ്രാർത്ഥിക്കുന്നത്? പറയേ, ആർക്ക് വേണ്ടിയാ? നിന്റെ മോള് നന്നായി ഇരിക്കണം, നന്നായി വരണം, കുടുംബം നന്നായിരിക്കണം എന്നല്ലേ പ്രാർത്ഥിക്കുന്നത്? പക്ഷേ ഈ വീട്ടിൽ അതാണോ നടക്കുന്നത്? നിന്റെ മകളെ CEO ആക്കാതെ ആ സിദ്ധുവിനെ CEO ആക്കിയിരിക്കുന്നു ആ മഹീന്ദ്രൻ. സിദ്ധുവിനേക്കാൾ മേഘയിൽ കണ്ടുപിടിച്ച കുറവെന്താ? എന്തിനാ അവളെ ഇങ്ങനെ മാറ്റി നിർത്തുന്നത്? അറിഞ്ഞോ അറിയാതെയോ ഇവൾ ചില തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. മനുഷ്യനായിട്ട് ജനിച്ച എല്ലാവരും തെറ്റുകൾ ചെയ്യും. അതിൻ്റെ പേരിൽ അവരെ മാറ്റി നിർത്തുന്നത് ശരിയാണോ ലക്ഷ്മി? അപ്പം മേഘ പറയാണ്, അമ്മേ, ഞാൻ വളരെ വിഷമത്തിലാണ്. എനിക്ക് ജീവിക്കാൻ തന്നെ തോന്നുന്നില്ല. എൻ്റെ ജീവിതത്തിൽ എനിക്ക് എല്ലാം ചതിയായിട്ടാണ് തോന്നുന്നത്. പ്രിയ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ മരിച്ചു പോയേനെ. അപ്പം തന്നെ എന്നാക്കി. അപ്പം മേഘ പറയാണ്, എന്നെപ്പറ്റി ഒന്നും അറിയാത്തവരാ എനിക്ക് ദ്രോഹം ചെയ്യുന്നത്. പക്ഷേ അച്ഛൻ തന്നെ ഇപ്പോൾ എന്നെ ഒരുപാട് ദ്രോഹിക്കുക. അച്ഛനെടുക്കുന്ന ഓരോ തീരുമാനവും എന്നെ വല്ലാതെ വേദനിപ്പിക്കുക. അപ്പോൾ ലക്ഷ്മി പറയാണ്, അച്ഛൻ അത്രയ്ക്ക് വലിയ തെറ്റ് എന്താണ് ചെയ്തത്? CEO പോസ്റ്റ് സിദ്ധുവിന് കൊടുത്തു. സിദ്ധു ആരാ? നിന്റെ അമ്മയുടെ മകനല്ലേ? നിനക്ക് തന്നെ അറിയാം സിദ്ധുവിന് നിന്നേക്കാൾ ബിസിനസ്സിൽ നല്ല എക്സ്പീരിയൻസ് ഉണ്ടെന്ന്. അവന് അങ്ങനെ ഒരു പോസ്റ്റ് കൊടുത്തതിൽ എന്ത് തെറ്റാവുള്ളത്? അച്ഛൻ എന്ത് ചെയ്താലും അത് നിൻ്റെ നല്ലതിന് മാത്രമാണ്. എക്സ്പീരിയൻസ് ഇല്ലാത്ത നിന്നെ CEO ആക്കി നാളെ കമ്പനിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ അത് പിന്നെ നിന്നെക്കൊണ്ട് ഫേസ് ചെയ്യാൻ പറ്റുമോ? അതുകൊണ്ട് സിദ്ധു തന്നെ CEO ആയി ഇരിക്കട്ടെ. എന്ത് പ്രശ്നം വന്നാലും അവൻ ഫേസ് ചെയ്തോളും. നിനക്കാ ധൈര്യവും പക്വതയും ഇതുവരെ വന്നിട്ടില്ല. നീ കുറച്ച് സമാധാനമായിട്ടിരിക്കും മേഘ. അമ്മേ, എല്ലാവരും എല്ലാം പഠിച്ചിട്ടാണോ വരുന്നത്? ഞാൻ ചെയർമാൻ ആയതിനു ശേഷം പഠിച്ചാൽ പോരെ? മേഘ, ഇത് സൈക്കിൾ ഓടിക്കുന്നത് പോലെയല്ല. വീണാൽ നിനക്ക് മാത്രമല്ല പരിക്ക് പറ്റുക. ഇത് വലിയ കമ്പനിയാണ്. നമ്മളെ വിശ്വസിച്ച് ഒരുപാട് കുടുംബങ്ങളുണ്ട്. നമ്മളെടുക്കുന്ന തീരുമാനം കൊണ്ട് അത് ഒരു കുടുംബത്തെയും ബാധിക്കാൻ പാടില്ല. ഇതൊന്നും പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ല. കുറച്ച് ദിവസം അച്ഛൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കേ. ലക്ഷ്മി അത്രയും പറഞ്ഞ് അവിടെ നിന്നും പോയി. മുത്തശ്ശി വീണ്ടും പറയാണ്, നോക്കൂ മേഘ, ഇത് നല്ല അവസരമാണ്. കമ്പനിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കി സിദ്ധാർത്ഥിന് ചീത്തപ്പേര് കേൾപ്പിച്ച് അവനെ കമ്പനിയിൽ നിന്നും നീ തുരത്തണം. നീ എന്താ ചെയ്യേണ്ടത് എന്നൊന്നും എനിക്കറിയില്ല. പക്ഷേ നീ ആ സിദ്ധാർത്ഥിനെ കമ്പനി പോസ്റ്റിൽ നിന്ന് മാറ്റുന്നോ അത്രയും നിനക്ക് നല്ലത്. പിന്നെ മേഘ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടക്കുകയാണ് വിഷമത്തോടെ. എന്നിട്ട് പറയാണ്, സിദ്ധു, നീ മഹീന്ദ്രൻ ഗ്രൂപ്പ് ഓഫ്സിൻ്റെ മാനേജറാകാൻ പോകുന്നോ? നിന്നെ ഞാൻ വെറുതെ വിടില്ല സിദ്ധു. സിദ്ധാർത്ഥ്, അതിന് നിന്നെ ഞാൻ അനുവദിക്കില്ല. നിന്നെ എങ്ങനെ ആ പദവിയിൽ നിന്നും താഴേക്ക് കൊണ്ടുവരണമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതിനു മുമ്പ് മറ്റൊരു വലിയ കാര്യം നിനക്ക് വേണ്ടി ഞാൻ ചെയ്യും. നിന്നെ സംബന്ധിച്ച് നിനക്ക് എന്ത് അപമാനം സംഭവിച്ചാലും വിഷമം വന്നാലും അതേക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്ന ആളല്ല. പക്ഷേ ചന്ദ്രികയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും നിനക്കത് സഹിക്കാൻ പറ്റില്ല. ആകെ വിഷമിക്കും. നിൻ്റെ വീക്ക്നെസ് തന്നെ ചന്ദ്രികയാണ്. അവളെ അടിച്ചാൽ നീ കരയും. അതുകൊണ്ട് നിന്നെ തോൽപ്പിക്കണമെങ്കിൽ ചന്ദ്രികയെ ഡിസ്റ്റർബ് ചെയ്താൽ മാത്രം മതി. പിന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നീ എന്നോട് തോക്കും. ഞാൻ നിനക്ക് ഇപ്പം തരാൻ പോകുന്ന അടി ജീവിതകാലം മുഴുവൻ നിനക്ക് മറക്കാൻ പറ്റാത്ത അടിയായിരിക്കും. ആർക്ക് വേണ്ടിയാണോ നീ എന്നെ വേണ്ട എന്ന് പറയുന്നത് അവൾക്ക് വേണ്ടി തന്നെ ഞാൻ ചെയ്യാൻ പോവുക. പിന്നെ കാണിക്കുന്നത് ചന്ദ്രികയെയും മലരിനെയുമാണ്. ചന്ദ്രിക മലരിന് ഡ്രസ്സൊക്കെ മാറ്റി കൊടുക്കുകയാണ്. സ്കൂളിൽ പോകാനുള്ള യൂണിഫോമൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ബാഗും ഇട്ട് കൊടുത്തു. അതിനുശേഷം പറയാണ്, വാ പോകാം. തന്നു വിടുന്നതെല്ലാം കഴിക്കണം കേട്ടോ. ശരിയമ്മേ, വാ. അപ്പോഴാണ് അവിടേക്ക് മഹേഷ് വന്നത്. അപ്പോൾ മഹേഷ് ചന്ദ്രികയുടെ സൈക്കിൾ തടഞ്ഞിട്ട് പറയാണ്, ചന്ദ്രികയെ ഒന്ന് നിൽക്ക്. മോളെ ഇന്ന് ഞാൻ സ്കൂളിൽ കൊണ്ടുപോകാം. അപ്പോൾ ചന്ദ്രിക പറയാണ്, എൻ്റെ കൊച്ചിനെ സ്കൂളിൽ കൊണ്ടുപോയി ഇടാൻ എനിക്കറിയാം. നിങ്ങൾ പോയി നിങ്ങളുടെ ജോലി എന്താണെന്ന് വെച്ചാൽ അത് പോയി ചെയ്യും. ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് മേഘ. ഈ വെയിലത്ത് മോളെ സൈക്കിളിൽ കൊണ്ടുപോകാനോ? ഞാൻ ബൈക്കിൽ കൊണ്ടുപോയിക്കോളാം. അവൾ എൻ്റെ കൂടെ സ്കൂളിൽ വന്നാൽ നിനക്കെന്താ, അഭിമാനം ഇല്ലാതാവോ? മോള് വാ.
അച്ഛനെ സ്കൂളിൽ കൊണ്ടുപോകാം. എടാ എന്ന് പറഞ്ഞ് ചന്ദ്രിക എണീക്കുകയാണ്. കൊച്ചിനെ വിട്, നിന്നോട് വിടാനല്ലേ പറഞ്ഞത്. ഏയ് എന്താടി വാടാ പോടാ എന്നൊക്കെ വിളിക്കുന്നേ? ദേ നോക്ക്, സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം, ഇല്ലെങ്കിൽ നിന്നെ ഞാൻ ശരിയാക്കും. കോടതി എനിക്ക് മോളുടെ മേൽ അവകാശമുണ്ടെന്ന് പറയുമ്പോൾ തടയാൻ നീ ആരാടി? നിനക്ക് ഇത്ര മര്യാദയൊക്കെ മതി. നിന്നെപ്പോലെ വൃത്തികെട്ട ഒരുത്തൻ്റെ കൂടെ ഞാൻ എൻ്റെ കുഞ്ഞിനെ പറഞ്ഞയക്കില്ല. ആരാടി മര്യാദയില്ലാത്തവൻ? കോളേജിൽ പോകുന്നെന്ന് പറഞ്ഞ് കണ്ടവൻ്റെ കൂടെ കറങ്ങി നടക്കുകയാണല്ലോ നീ. എനിക്കറിയില്ലെന്ന് കരുതിയോ? സ്വന്തം ഭർത്താവിനെ വേണ്ടെന്ന് വെച്ച് കണ്ട ചെറുപ്പക്കാരുടെ കൂടെ കറങ്ങി നടക്കലടി നിൻ്റെ പണി. അപ്പോഴേക്കും ചന്ദ്രികയുടെ അടി മഹേഷിൻ്റെ മുഖത്ത് വീണ് കഴിഞ്ഞു. ഇനി ഒരു വാക്ക് മോശമായി സംസാരിച്ചാൽ നിൻ്റെ നാവ് ഞാൻ പിഴുതെറിയും. ഒക്കെ മേഘ ദൂരത്ത് നിന്ന് എല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. സൂക്ഷിച്ചോ. വാ മലർ, സ്കൂളിൽ പോകാം. ചന്ദ്രിക പിന്നെ അവിടെ നിന്നില്ല. മലറിനെ കൂട്ടി എത്രയും പെട്ടെന്ന് തന്നെ സ്കൂളിലേക്ക് പോയി. മഹേഷ് ആണെങ്കിൽ വിഷമത്തോടെയും ദേഷ്യത്തോടുകൂടെയും നോക്കുകയാണ് അവളെ തന്നെ. അപ്പോൾ അവിടേക്ക് മേഘ വരികയാണ്. മേഘ വിളിക്കുകയാണ് മഹേഷിനെ. മഹേഷ്, ഇവിടെ വാ. ഇതാ വരുന്നു മേഡം. പറയൂ മേഡം. നടന്നതൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു. എന്തായാലും മലരിൻ്റെ മുമ്പിൽ വെച്ച് നിന്നെ ചന്ദ്രിക അടിക്കാൻ പാടില്ലായിരുന്നു. ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കടിക്കുന്നത് വേറെ. കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിന്നെ കൈനീട്ടി അടിച്ചെങ്കിൽ അവൾ എങ്ങനെ നിന്നെ ബഹുമാനിക്കാൻ പോകുന്നേ? അതെ മേഡം, ഈയിടെയായി അവൾക്ക് നല്ല അഹങ്കാരമാണ്. ശരി, സാരമില്ല. എന്തോ ദേഷ്യത്തിൽ ചന്ദ്രിക നിന്നെ അടിച്ചു. ചന്ദ്രിക നിന്നോട് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരേ ഒരു കാരണം നീ അവളോട് ഒരു ഭർത്താവിനെ പോലെ പെരുമാറുന്നില്ല എന്നാണ്. അവൾക്കിഷ്ടമുണ്ടെങ്കിലും ഇല്ലെങ്കിലും അവളോട് നീ ഭർത്താവായിട്ട് പെരുമാറിയാൽ നിന്നോട് ചന്ദ്രിക ഇനി ഒരിക്കലും ഇതുപോലെ പെരുമാറിയേയില്ല. ഞാൻ എന്താ പറഞ്ഞു വരുന്നത് നിനക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പോയി ശരി, കാറിൻ്റെ ഡിക്കി തുറക്ക്. കാറിൻ്റെ ഡിക്കി തുറന്ന മഹേഷ് ഞെട്ടിപ്പോയി. കാര്യം എന്ന് പറഞ്ഞാൽ അതിനകത്ത് കുറേ കാർട്ടൂൺസുകളാണുള്ളത്. അപ്പോൾ എന്നിട്ട് അവൻ എടുത്തിട്ട് പറയാണ്, മേഡം ഇതൊക്കെ ഫോറിൻ മദ്യമാണല്ലോ, അതെല്ലാം നിനക്കാ. എല്ലാ ബോട്ടിലും എടുത്തോ. എന്താ മേഡം, ഇതെല്ലാം എനിക്കോ? സാരില്ല, വെച്ചോ. മേഡം ഇതുപോലെ ഫോറിൻ മദ്യമൊന്നും ഞാൻ ഇതുവരെ കഴിച്ചിട്ടേ ഇല്ല മേഡം. ഇനിയിപ്പോൾ കുടിക്കേ, പാർട്ടി ഇപ്പം തന്നെ തുടങ്ങിക്കോ. പക്ഷേ ഒരു കാര്യം, ചന്ദ്രിക നിൻ്റെ മേൽ കീഴടങ്ങണമെങ്കിൽ നീ ഒരു കാര്യം ചെയ്യണം. നീ അവളെ കീഴടക്കണമെങ്കിൽ നീ അവളെ സ്വന്തമാക്കണം. നീ അവളെ സ്വന്തമാക്കിയാൽ മാത്രമേ നീ പറയുന്നത് അവൾ കേൾക്കൂ. എപ്പോഴും പെണ്ണിൻ്റെ സൈക്കോളജി എതിർക്കാൻ പറ്റുന്നവരെയെ എതിർക്കൂ എന്നാ. അടുത്തു കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ മുമ്പിൽ അവൾ സറണ്ടർ ആവും. നീ തുടങ്ങിക്കോ. ശരി മേഡം. മഹേഷിന് ഇത്രയും മദ്യം കിട്ടിയ സ്ഥിതിക്ക് എന്താ ചെയ്യേണ്ടതെന്നറിയാത്ത രീതിയിൽ സന്തോഷിക്കുകയാണ്. സന്തോഷത്തോടെ അതിൽ നിന്നും കുറച്ചെടുത്ത് അവൻ ഡിക്കി അടച്ചു. മഹേഷ് പിന്നെ ഒന്നും ആലോചിച്ചില്ല. ബാക്കിൽ നിന്ന് വന്ന് മുമ്പിലത്തെ സീറ്റിൽ കയറിയിരുന്ന് എന്നിട്ട് കുപ്പിയൊക്കെ എടുത്ത് ഒന്ന് പൊളിച്ച് സ്മെല്ലൊക്കെ നോക്കി ആസ്വദിച്ച് അതിനുശേഷം ഒരു ഗ്ലാസ്സിൽ ഒഴിച്ച് കഴിക്കുകയാണ്. അപ്പം പിന്നെ ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ഒരു 2-3 ഗ്ലാസ് അകത്താക്കി. അതിനുശേഷം അവൻ ചിന്തിക്കുകയാണ്, ഞാൻ ഒരു ആണാണെന്ന് നോക്കാതെ നീ കുഞ്ഞിൻ്റെ മുമ്പിൽ വെച്ച് എന്നെ അടിച്ചു അല്ലേ? നീ കുറേ ഓവറാവുന്നുണ്ട്. ഇന്ന് തന്നെ നിൻ്റെ അഹങ്കാരം ഞാൻ തീർക്കുവേടി. നിനക്ക് എന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. എന്തു തന്നെയാണെങ്കിലും ഇന്ന് നിന്നെ അടക്കിയിട്ടേ ഞാൻ അടങ്ങൂ. അങ്ങനെ ആ മദ്യത്തിൻ്റെ ലഹരിയിൽ അവൻ അവളുടെ വീട്ടിലേക്ക് പോകാനൊക്കെ ഉദ്ദേശിക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. അടുത്ത വീഡിയോ മാറ്റാൻ ഉടൻ വരുന്നതാണ്. അതുവരേക്കും ബൈ ബൈ.